ഹായ് ഗൈസ്, ഇത്രയും വെയിറ്റ് ചെയ്യിപ്പിച്ച ഒരു പടം ഈ അടുത്ത കാലത്ത് ഉണ്ടായോ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. എന്ന് വെച്ചാൽ ഈ ഒരു ദിവസം തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓരോ ദിവസം എണ്ണി തീർക്കുവോ, ഇനി 4 ദിവസം കഴിയണ്ടേ, ഇനി 3 ദിവസം കഴിയണ്ടേ, 2 ദിവസം കഴിയണ്ടേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ ആവേശത്തിന് മുൾമുനയിൽ നിർത്തിച്ച ഒരു പടമാണ് എമ്പുരാൻ. ശരിക്കും പറഞ്ഞ ട്രെയിലർ ഇറങ്ങുന്നവരെ നമുക്ക് ഈ ഒരു എക്സ്പെക്ടേഷൻ അത്ര ആയിരുന്നില്ല. പക്ഷെ ട്രെയിലർ ഉണ്ടാക്കിയൊരു ഓളം, അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഒരു ഓളം, അത് വേറെ ലെവലായിരുന്നു. ലാലേട്ടൻ ഉണ്ടാക്കിയ, രാജുവേട്ടൻ ഉണ്ടാക്കിയ ഒരു ഓളം. അത്രയും വെയിറ്റിംഗ് ആയി ഇന്ന് പോയി പടം കണ്ടു. പടം കണ്ടപ്പോ ലൂസിഫറിനെ പോലെയാണോ എമ്പുരാന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അല്ല. പടത്തിലൂടെ തുടങ്ങുമ്പോൾ തന്നെ ഒരു നോർത്ത് സൈഡിലെ ഒരു സ്റ്റോറി വെച്ചിട്ടാണ് തുടങ്ങുന്നത്. സയ്യിദ് മസൂദിലൂടെ, അതായത് രാജുവേട്ടന്റെ ക്യാരക്ടറിലൂടെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പുള്ളിക്കാരന്റെ ക്യാരക്ടറിലൂടെ ആ ഒരു പ്ലോട്ടാണ് പറഞ്ഞു വരുന്നത്. സ്റ്റാർട്ടിങ് ലൂസിഫറിൽ കണ്ട നെടുമ്പള്ളി സ്ഥലം, നെടുമ്പള്ളി ഗ്രാമം, ആ ഒരു പ്ലോട്ടേ അല്ലായിരുന്നു, വേറെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഫ്രഷ് പടം എന്നുള്ള ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ളതിലുപരി ഒരു പുതിയൊരു സാധനം കാണുന്ന ഒരു അനുഭവം തന്നെയാണ് ഉണ്ടാക്കിയത്. ആ കുറച്ച് ഭാഗം നല്ല രസവും നല്ല ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. എത്രമാത്രം ആ ഒരു പ്രശ്നത്തിന്റെ തീവ്രതയെല്ലാം നമുക്കിങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. രാജുവേട്ടന്റെ മേക്കിംഗ് അടിപൊളിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു ലാലേട്ടനെ കാണാനായിട്ട്. സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ അബ്രാം ഖുറേഷി, അബ്രാമിനെ കാണാൻ ഒടുക്കത്തെ വെയിറ്റിംഗ് ആയിരുന്നു. കുറെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് 1 മണിക്കൂറിനടുത്ത് ആണ് നമ്മൾ ലാലേട്ടനൊന്ന് കണ്ടത്. അത് അബ്രാം ഖുറേഷി, അബ്രാമിന്റെ ഇൻട്രോ ആയിരുന്നു. തിയേറ്ററിൽ ഒടുക്കത്തെ ആരവായിരുന്നു. പൊളി ആറ്റിറ്റ്യൂഡ് ആയിരുന്നു, പൊളിയായിരുന്നു നടത്തം, എല്ലാം കൊണ്ട് സ്വാഗ് കിടിലായിരുന്നു. ഇൻട്രോ സീൻ ഭയങ്കരമായിരുന്നു. പക്ഷെ എങ്കിലും സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഇൻട്രോ വെച്ച് നോക്കുമ്പോൾ, ലൂസിഫർ ആണല്ലോ നമ്മളുടെ ഇതൊരു കമ്പാരിസൺ സംഭവം, അത് വെച്ച് നോക്കുമ്പോൾ ഖുറേഷി അബ്രാമിന്റെ ഇൻട്രോ അത്രയും ഗംഭീരായി എന്ന് പറയാനില്ല. പിന്നെ ഇന്റർവെല്ല് വരെയുള്ള പോർഷൻ അതെനിക്ക് കുറച്ച് ലാഗിങ് ആയി തോന്നി. ശരിക്കും പറഞ്ഞാൽ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എവിടെയോ നമ്മളൊരു ഇമോഷണൽ കണക്ടിവിറ്റി മിസ്സിംഗ് ആയിട്ട് തോന്നി ഫസ്റ്റ് പാർട്ടിൽ. അത് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഈ ഇന്റർവെല്ലിനോട് അടുത്തുള്ള കുറച്ച് പോർഷനിലാണ്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ നടുമ്പള്ളിയുള്ള ഗ്രാമം ആ ഒരു പ്ലോട്ടും കാണിക്കുന്നുണ്ട്. ഇതൊരു പാരലലി ആയിട്ട് തന്നെ കാണിക്കുന്നത്. പടത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് പാർട്ടിൽ ആ മോനെ ലാലേട്ടൻ മുണ്ടുകുത്തി ഒരു അടിവെല്ലം വരുന്നുണ്ട്, ഒരു കാട്ടിന് നടക്കുന്ന ഒരു കിണ്ണം കാച്ചി സാധനം വരുന്നുണ്ട്. അത് നിങ്ങൾ തിയേറ്റർ കണ്ടനുഭവിക്കേണ്ട ഒരു സാധനം വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു എഫക്റ്റ് ആണ് ഞാൻ ആദ്യം ഇൻട്രോയില് പ്രതീക്ഷിച്ചത്. ആ ഒരു ഫീല് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് കിട്ടും, അത് നമുക്ക് കിട്ടുന്ന പോർഷൻ അതാണ്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയത് മുണ്ട് കുത്തി അടിക്കുന്ന നമ്മളെ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ടാണ്. അബ്രാം ഖുറേഷി ആയിട്ട് ഒട്ടും മോശമല്ല, പക്ഷെ ഒരു പടി തൂക്കം കൂടുതൽ സ്റ്റീഫൻ നെടുമ്പള്ളിക്കുണ്ട്. ആ ഫൈറ്റ് സീക്വൻസ് എടുത്തതും ലാലേട്ടന്റെ ഫൈറ്റും രാജുവേട്ടന്റെ ഡയറക്ഷൻ, ലൈറ്റിങ്, മ്യൂസിക് എല്ലാം ആ ഒരു പോയിന്റ് വളരെ ഹൈ ആണ് പടത്തില്. ആ ഒരു പോയിന്റ് നമ്മൾ കണ്ണുമ്പോ ചിമ്മാതി ഇങ്ങനെ കക്കും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് വേറെ ലെവലാക്കിയിട്ടുണ്ട്. പിന്നെ ടോവിനോന്റെ പോർഷൻസ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ടോവിനോ നല്ലൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അത് അവതരിപ്പിച്ചത്. മഞ്ജു വാര്യന്റെ ഹൈ ആറ്റിറ്റ്യൂഡ് സീൻസ് ഉണ്ട്. അതായത് ആ ഒരു ടേക്ക് ഓവർ സംഭവം വരുന്നുണ്ട്, അത് അടിപൊളി സീനായതിന് അടിപൊളിയായിട്ട് മഞ്ജു വാര്യർ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഫൈറ്റ് സീൻ ഉണ്ട് രാജുവേട്ടനും ലാലേട്ടനും കൂടിയിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ അവർ പരസ്പരം കോംപ്ലിമെന്റ് ചെയ്തൊരു ഫൈറ്റ്, എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് ചെയ്ത് പരസ്പരം മനസ്സിലാക്കിയുള്ള ഒരു ഫൈറ്റ്. അങ്ങനെ ഒരു ഫൈറ്റ്, ആ ഫൈറ്റിൽ എനിക്ക് ഭയങ്കര സംഭവമായിട്ട് സ്റ്റണ്ട് അടിപൊളി അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തൊരു ഫൈറ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ക്ലൈമാക്സ്, അതായത് ഇതിലൊരു റിവഞ്ച് സംഭവം ഉണ്ട്, അത് അത്ര ഒരു ഗുമ്മായിട്ടില്ല. ഈ പടം ഹൈ ആവുന്നത് ഇതിന്റെ മേക്കിങ്ങില്ല, രാജുവേട്ടന്റെ ഡയറക്ഷനിൽ തന്നെയാണ്. രാജുവേട്ടന്റെ ഇന്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ സീനും ഓരോ ഷോട്ടും കിടലാണ്. അതിന്റെ ലൈറ്റിങ്ങും അതിന്റെ എല്ലാം സുജിത് വാസുദേവന്റെ സിനിമാറ്റോഗ്രാഫി എല്ലാം കിടലാണ്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മള് വർമ്മ സാറായിട്ട് സായി കുമാർ, നന്ദു, ഷാജോൺ, സുരാജിന്റെ ക്യാരക്ടർ കുറച്ചുണ്ടായിരുന്നു. പിന്നെ മണിക്കുട്ടന്റെ കുറച്ച്, ലൂസിഫറിൽ കണ്ട പൊളിറ്റിക്കൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഇതിലുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും മിസ്സാവാതെ തന്നെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒരു പ്രസൻസ് എനിക്ക് കുറഞ്ഞതായിട്ട് തോന്നി. എന്ന് വെച്ചാൽ പേരിന് ഇവരെല്ലാരും ഉണ്ട്. ബൈജു ഏട്ടനുണ്ട്. ബൈജു ഏട്ടനാന്ന് എനിക്ക് തോന്നുന്നു താരതമ്യം ഈ ഉള്ള നടന്മാരിൽ വെച്ചിട്ട് കുറച്ചും കൂടി സ്ക്രീൻ സ്പേസ് കിട്ടിയത് ബൈജു ഏട്ടനെയാണ്. ബൈജു ഏട്ടൻ കലക്കിയിട്ട് തന്നെ ഉണ്ട്. തగ్గടിക്കാനും ഇതുപോലത്തെ സാധനം ചെയ്യാൻ പിന്നെ പറയാനില്ല. അടിപൊളിയായുള്ളൊരു സ്റ്റൈൽ ഉണ്ട് പുള്ളിക്കാരന്. ഈ പറഞ്ഞ എല്ലാ നടന്മാരും അടിപൊളിയായി തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഉള്ള പോർഷൻസിൽ. എനിക്കൊന്നും മഞ്ജു വാര്യർ, ടോവിനെ കുറച്ചും കൂടെ കൂടുതൽ ആക്ട് ചെയ്യാനുണ്ട്. കുറച്ചും കൂടെ
അവരുടെ ഒരു വിഷയങ്ങളിലോട്ട് സിനിമ വരുന്നുണ്ട്. അതുപോലെ തന്നെ രാജുവേട്ടന്റെ സയ്യിദ് മസൂദ് എന്നുള്ള ക്യാരക്ടറും കുറച്ചുകൂടി ഡീപ്പായി പോകുന്നുണ്ട്. അതൊക്കെയാണ് ഈ സിനിമയിൽ കുറച്ചും കൂടെ നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ തേർഡ് പാർട്ടിലേക്കുള്ള സ്റ്റാർട്ടിങ് ഇട്ട് വെച്ചിട്ട് എൻഡ് ചെയ്യുന്നത്. എന്തായാലും ആ തേർഡ് പാർട്ടിന്റെ തുടക്കം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. ഞാൻ തേർഡ് പാർട്ടിനെ കട്ട വെയിറ്റിംഗ് തന്നെയാണ്. ഇതിലേക്ക് കുറച്ച് കുറവുകൾ പറയാന്ന് വെച്ചാൽ ദീപക് ദേവിന്റെ മ്യൂസിക് ആണ് എനിക്ക് കുറച്ചൊരു ഡൗൺ ആയി തോന്നിയത്. ഇപ്പം ലൂസിഫറിൽ പുള്ളിക്കാരൻ 2 പാട്ട്, ഒരു ഐറ്റം സോങ്ങും അല്ലാതെ ഒരു പാട്ട്, 2 പാട്ടും കിക്കിഡിലായി ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വേറെ ലെവലാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് എത്തുമ്പം എനിക്ക് ഫസ്റ്റ് പോർഷനിലൊക്കെ, അതായത് ഫസ്റ്റ് ഹാഫിലൊക്കെ മ്യൂസിക് ഒക്കെ ഹൈ ആയി തോന്നി. ആ ഒരു സൗണ്ട് മിക്സിങ് എവിടെയോ ഒരു ഓവർ ലൗഡ് ആയിട്ട് തോന്നി. ഒരു ഗുമ്മ ഫീൽ എവിടെയോ മിസ്സിങ് ആയിട്ട് തോന്നി. അത് മ്യൂസിക് എനിക്കിതിൽ ലൂസിഫറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഡൗൺ ആയിട്ടാണ് തോന്നുന്നത്. ലൂസിഫറിലെ ദീപക് ദേവിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും കിട്ടില്ലായിരുന്നു. ഇതിലോട്ടെത്തുമ്പോൾ എമ്പുരാൻ എന്നുള്ള പാട്ട് അടിപൊളിയാണ്. അത് ഒഴികെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഒരു ലൗഡാണ്, അല്ലാതെ അതിനൊരു ഐഡന്റിറ്റി കൊടുക്കാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ മുരളി ഗോപി. ഡയലോഗിന്റെ കാര്യത്തിൽ ഞാൻ പുള്ളിക്കാരനൊന്നും പറയില്ല. എല്ലാ ഡയലോഗുകളും നമുക്ക് കിക്ക് അടിക്കുന്ന സാധനം തന്നെ തന്നിട്ടുണ്ട്. അത് ലൂസിഫറിലെ പോലെയും തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് സ്ക്രീൻ പ്ലേ, ഇമോഷണൽ കണക്ടിവിറ്റി മിസ്സിംഗ് ആയി തോന്നി. ഒരു ഇപ്പം ലൂസിഫർ എന്നുള്ളൊരു പടം എടുക്കുവാണെങ്കിൽ അതൊരു മാജിക്കലായ പടമാണ്. അതിലൊരു മാസ് ലാലേട്ടനും ഉണ്ട് എന്ന് വെച്ചാൽ ഒരു നമ്മളെ സ്ഫടികത്തിലെ പോലത്തെ ഒരു ലാലേട്ടനെയും കാണാം. അതേപോലെ തന്നെ ഭയങ്കര ഒരു സ്നേഹമുള്ള നമുക്ക് എല്ലാം അതാ ഇവിടെ കിടക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിനെയും കാണാം. അങ്ങനെ ഒരു പടമാണ് ലൂസിഫർ. എമ്പുരാനിലോട്ട് എത്തുമ്പോൾ അതൊരു കോൺഫിഡന്റ് ആയ ഒരു പടമാണ്. എന്ന് വെച്ചാൽ അടിപൊളിയായ ഷാർപ്പായ സീനും ഷോട്ടുകളും വെച്ച് അടിപൊളിയാണ്. കണ്ടിരിക്കാൻ നമ്മളെ ഒരു ബോറടിപ്പിക്കുകയും ചെയ്യില്ല. പക്ഷെ എവിടെയോ അബ്രാം ഖുറേഷി ആയിട്ടുള്ള ഒരു കണക്ഷൻ, നമ്മളെ പഴയ സ്റ്റീഫൻ നെടുമ്പള്ളിനെ ഒന്ന് കാണാൻ, സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ടുള്ള സീനുകൾ വേണമെന്ന് ആഗ്രഹം തോന്നി എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ സയ്യിദ് മസൂദിന്റെ ലൈഫ് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എമ്പുരാനിലോട്ട് എത്തുമ്പോൾ. സയ്യിദ് മസൂദും അബ്രാം ഖുറേഷി അതായത് രാജുവേട്ടനും ലാലേട്ടനും ആയിട്ടുള്ള ബന്ധം, അവരുടെ കണക്ഷൻ നമുക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നില്ല. അവര് തമ്മിലുള്ള കണക്ഷൻ കുറച്ചും കൂടെ സിനിമയിൽ വന്നിരുന്നെങ്കിൽ മേ ബി അത് കുറച്ചുകൂടി ഇമോഷണലി കണക്ട് ആവട്ടെ. ഇമോഷണൽ കണക്ഷനാണ് എനിക്ക് ഈ സിനിമയിൽ ഒരു മിസ്സിംഗ് പാർട്ടായി തോന്നുന്നത്. അല്ലാത്ത പക്ഷം മേക്കിംഗ് എല്ലാം വേറെ ലെവലാണ്. എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന ഒരു സാധനം. രാജുവേട്ടന്റെ ഡയറക്ഷൻ ഇതിൽ ടോപ്പായിട്ട് ഹൈലൈറ്റിംഗ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റ് എനിക്ക് കുറച്ചും കൂടെ ഒരു ലൂസിഫർ പോലെ ആയില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും തേർഡ് പാർട്ടിൽ ഇതിലും കിണ്ണം കാഴ്ചയായി വരട്ടെ. എന്തായാലും നമ്മൾ സ്റ്റീഫൻ നെടുമ്പള്ളി നമ്മുടെ മനസ്സിലുണ്ട്. ഭയങ്കര ഒരു വാമായ, ഭയങ്കര ഒരു സോൾഫുൾ ആയ ഒരു ക്യാരക്ടർ ആയിട്ടുണ്ട്. അബ്രാം ഖുറേഷി കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സയ്യിദ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതൊക്കെ തേർഡ് പാർട്ടിൽ വരട്ടെ. അതുപോലെ തന്നെ ഈ ടെയിൽ എൻഡിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി ഉണ്ടല്ലോ, എന്താ ഞാൻ പറയുന്നില്ല, അതിന്റെ കൂടുതൽ എക്സ്പ്ലോറേഷനും വരട്ടെ. കട്ട വെയിറ്റിംഗ് ആണ്. എന്തായാലും കില്ലാടി ഫീലിംഗ്, നമ്മൾ ലാലേട്ടനെ തിരിച്ചു കിട്ടിയൊരു ഫീലിംഗ് ഉണ്ട്. അതെന്തായാലും ഉണ്ട്. ഇവിടെ എനിക്ക് 4 വർഷം മുന്നേ ഒരു അസുഖം വന്ന് ഞാനിങ്ങനെ ക്രിട്ടിക്കലായ ഒരു മെഡിക്കേഷനിലൊക്കെ കിടക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും സ്വപ്നം കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ വന്ന് എന്നെ രക്ഷിക്കുന്നു, എന്റെ അസുഖത്തിൽ നിന്ന് എന്നെ ജീവിതത്തിലേക്ക് രക്ഷിക്കുന്നു ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. സത്യമായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട്. അത്രയും കണക്ടിവിറ്റി ഉള്ള, അത്രയും പ്രേക്ഷകരായിട്ട് ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരു നടനാണ് ലാലേട്ടൻ. അത് നമുക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ലൂസിഫർ ഇത്രയും ഒരു മെഗാ ഹിറ്റായി മാറിയത്. അബ്രാം ഖുറേഷി അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പൊ അത്രയും നിങ്ങൾ പടം കണ്ടുവാ. എങ്ങനെയുണ്ട് പടം? ലാലേട്ടൻ എങ്ങനെയുണ്ട്? രാജുവേട്ടൻ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? ഏത് ലെവലാ? ലൂസിഫറിനെക്കാളും മുകളിലാണോ അല്ല ഒന്ന് താഴെ പിടിച്ചു പോയോ? തേർഡ് പാർട്ടിനായിട്ട് വെയിറ്റിംഗ് ആണോ? എല്ലാം താഴെ കമന്റ് ചെയ്യണം. നിങ്ങൾ കാണാൻ പോവുകയാണോ, കാണാൻ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുവാണോ, എല്ലാം താഴെ കമന്റ് ചെയ്യണേ. നിങ്ങളൊരു കട്ട ലാലേട്ട ഫാൻ ആണെങ്കിലും നിങ്ങളൊരു രാജുവേട്ട ഫാൻ ആണെങ്കിലും കമന്റ് ചെയ്യണേ. എന്തായാലും കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയല്ലോ. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ടിരിക്കാൻ മറ്റൊരു റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.